നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 24 തീയതി, അതായത് 7/6/2025, ശുക്ലപക്ഷ ദ്വാദശി തിഥിയും ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനവും ചോദ്യം കൂടി വരുന്ന ദിവസം ശനിയാഴ്ച, സൂര്യോദയം വന്നിരിക്കുന്നത് 5:45 AM-നും സൂര്യാസ്തമനം 6:30 PM-നും രാഹുകാലം 8:56 AM മുതൽ 10:32 AM വരെയും, ഗുളികകാലം 5:45 AM മുതൽ 7:21 AM വരെയും, യമകണ്ഠകാലം 1:43 PM മുതൽ 5:19 PM വരെയുമാണ്. ഇനി അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:43 AM മുതൽ 12:05 PM വരെയും, 12:09 PM മുതൽ 12:31 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം വരുന്നത് മീനം രാശിക്കാർക്ക്. ശനിയാഴ്ചയായതുകൊണ്ട് എല്ലാവരും ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ചാത്തൻ സ്വാമിമാരെ പ്രാർത്ഥിക്കുന്നത്. 390 ചാത്തൻ സ്വാമിമാരുണ്ട്. അവരോരോരുത്തരും അവരവർക്ക് അവരുടെ അറിവിൽ നിന്നുകൊണ്ടുള്ള അവരുടെ ഉപാസനയ്ക്കനുസരിച്ചിട്ടുള്ള സ്വാമിമാരെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വിഷ്ണുമായ സ്വാമി, കരിങ്കുട്ടി സ്വാമി, അങ്ങനെ കുറേ സ്വാമിമാരുണ്ട്. അവരെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശനിയാഴ്ച ദിവസം നിവേദ്യമൊക്കെ വച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ദിവസമാണ്. ഏകാദശി കഴിഞ്ഞ് ദ്വാദശി തുടരുന്ന ദിവസമാണ്. ഏകാദശി അതായത് ഹരിവാസര സമയമൊക്കെ 24 തീയതി 11:26 വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഹരിവാസര അവസാനിക്കും. അപ്പോൾ ദ്വാദശിയിലാണ് ഹരിവാസര അവസാനിക്കുന്നത്. അപ്പോൾ ആ തിഥിയും അതുപോലെ എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഉദയം നിൽക്കുന്നത് നമുക്ക് ഇടവൻ രാശിയിലാണ്. അതുപോലെ തന്നെ സൂര്യനും ഇടവൻ രാശിയിൽ, ചന്ദ്രൻ നിൽക്കുന്നത് തുലാരാശിയിലാണ്. ചൊവ്വ നിൽക്കുന്നത്, ചൊവ്വയ്ക്ക് രാശിമാറ്റം സംഭവിക്കുന്നു. ചൊവ്വ മാറുന്നത് കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ രാശിമാറ്റം വളരെ അനുഗ്രഹമാണ്. കാരണം കർക്കിടകൻ രാശി ചൊവ്വയുടെ നീചരാശിയായിരുന്നു. അപ്പോൾ ചൊവ്വാദശയിൽ ജനിച്ചവർക്ക്, അതായത് അവിട്ടം ചിത്തിര മകേരം നക്ഷത്രക്കാർക്ക്, ചൊവ്വയുടെ ആ ഒരു കഷ്ടത അനുഭവിച്ചിരുന്നവർക്കൊക്കെ, ചൊവ്വയുടെ അപഹാരകാലമുള്ളവർക്കൊക്കെ, അതുപോലെ തന്നെ വൃശ്ചിക രാശിക്കാർക്കും മേടൻ രാശിക്കാർക്കുമൊക്കെ ഈ ചൊവ്വയുടെ രാശിമാറ്റം അനുകൂല ഫലങ്ങൾ നൽകും. അപ്പോൾ ചൊവ്വ വരുന്നത് ചിങ്ങൻ രാശിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ചിങ്ങൻ രാശിയിൽ തന്നെ കേതു നിൽപ്പുണ്ട്. ബുധനും ഇതുപോലെ തന്നെ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്നു. ബുധൻ മാറിയിരിക്കുന്നത് മിഥുനൻ രാശിയിലേക്കാണ്. ഇടവൻ രാശിയിലേക്കുള്ള ബുധൻ്റെ രാശിമാറ്റവും അതുപോലെ തന്നെ ബുധനും വ്യാഴവും ഒരുമിച്ച് വരുന്നു. അവിടെ തന്നെ ഗുളികോദയവുമുണ്ട്. ശുക്രൻ മേടൻ രാശിയിൽ തന്നെ തുടരുന്നു. മന്ദൻ വന്നിട്ട് മീനൻ രാശിയിലും സർപ്പി കുംഭൻ രാശിയിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഗ്രഹനില പറയുകയാണ്. സൂര്യൻ ഇടവത്തിൽ, ചന്ദ്രൻ തുലാത്തിൽ, ചൊവ്വ ചിങ്ങൻ രാശിയിൽ, ബുധൻ മിഥുനത്തിൽ, ഗുരുവും മിഥുനത്തിൽ, ശുക്രൻ മേടത്തിൽ, മന്ദൻ മീനത്തിൽ, സർപ്പി വന്നിരിക്കുന്നത് കുംഭൻ രാശിയിൽ, കേതു വന്നിരിക്കുന്നത് ചിങ്ങം രാശിയിൽ, ഉദയം വന്നിരിക്കുന്നത് ഇടവൻ രാശിയിൽ തന്നെയാണ്. ഗുളികോദയം വന്നിരിക്കുന്നത് മിഥുനം രാശിയിലാണ്. കുജന്റെ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്നത് 2025 ജൂൺ മാസം 7 തീയതി, അതായത് കൊല്ലവർഷം 1200 ഇടവമാസം 24 തീയതി ശനിയാഴ്ച ഉദയാൽ പൂർവം 9:41 അതായത് പുലർച്ചെ 2:13 AM-ന്, ജൂൺ 7 തീയതി 2:13 ചൊവ്വ കർക്കിടക രാശി ചിങ്ങൻ രാശിയിലേക്ക് മാറിയിരിക്കും. ഈ രാശിമാറ്റം അവിട്ടം ചിത്തിര മകേരംകാർക്കും മേടൻ രാശിക്കാർക്കും വൃശ്ചിക രാശിക്കാർക്കും, അതായത് ദശാനാഥനായിട്ടുള്ളവർക്കും
അതുപോലെ തന്നെ രാശിനാഥനായിട്ടുള്ളവർക്കും മാറ്റം സുനിശ്ചിതമാണ്. അത് നല്ല മാറ്റങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം വരുന്നത് ഈ ചൊവ്വയുടെ അപഹാരകാലമുള്ളവർക്ക്, ചൊവ്വാദശയുടെ ചൊവ്വയിൽ സ്വാപഹാരകാലത്ത്, അതുപോലെ മറ്റ് ദശാകാലമുള്ളവർക്കാണെങ്കിലും ചൊവ്വയുടെ അപഹാരകാലം വരുമ്പോൾ ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ചെയ്യാത്ത തെറ്റിന് പഴി കേൾപ്പിക്കും. കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഊരിപ്പോരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതിപ്പോൾ തൽക്കാലം ഒരു ജൂൺ 22 വരെ, വെറും ഒരു 16 ദിവസത്തേക്കാണെങ്കിൽ പോലും അതൊരു മാറ്റം തന്നെയാണ്. പിന്നെ അതങ്ങോട്ട് ജൂലൈ 28 വരെ, അതായത് ജൂൺ 27 മുതൽ ജൂലൈ 28 വരെ, കർക്കിടക മാസം വരെ ഉണ്ട്. അപ്പോൾ കുറച്ച് കാര്യമായ മാറ്റമുണ്ട്. അതൊരു സന്തോഷം തന്നെയാണ്. 2025 ജൂൺ 7 പുലർച്ചെ 2:13 മുതൽ 2025 ജൂലൈ 28 തിങ്കളാഴ്ച അസ്തമനാൽപരം 3 നാഴിക 6 നാഴിക വരെ, അതായത് 8 മണി വരെ, 8 PM വരെയാണ് ഈ രാശിയിൽ ചൊവ്വ നിൽക്കുന്നത്. ചിങ്ങൻ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. എന്തായാലും 12 രാശിക്കാരുടെയും രാശിഫലമെന്ന് നമുക്ക് നോക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല വിദേശ അവസരങ്ങളൊക്കെ ലഭിക്കും. പ്രിയജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മതിപ്പുണ്ടാക്കും. വിവാഹ തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. പുതിയ ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെടും. കുട്ടികളുടെ കാര്യത്തിലൊക്കെ സന്തോഷം അനുഭവിക്കാനുള്ള ആ സാഹചര്യം തെളിഞ്ഞു വരും. ചികിത്സകൾക്കൊക്കെ ഫലം കണ്ടു തുടങ്ങും. ആത്മവിശ്വാസം വർദ്ധിക്കും. മാറ്റിവെച്ച കാര്യങ്ങൾ ഉടനെ തന്നെ നടത്തുവാനുള്ള തീരുമാനമുണ്ടാകും. വീട് പുതുക്കി പണിയുന്നതിനെ കുറിച്ചുള്ള ആലോചനയും ഉണ്ടാകുന്നതാണ്. പുതിയ കോഴ്സുകളൊക്കെ പഠിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും. ഭൂമി വിൽക്കാനും വാങ്ങാനുമൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ മാറും. പൊതുവെ ആരോഗ്യസ്ഥിതിയും മാനസിക സ്ഥിതിയും ഒക്കെ മെച്ചപ്പെടുന്ന ഈ ദിവസം മേടൻ രാശിക്കാർക്ക് അവരുടെ രാശ്യാധിപനായ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭഗവാനെ, അതായത് ഭദ്രകാളി അമ്മയും ഒക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ കാര്യങ്ങളിലുള്ള ആശങ്കകളൊക്കെ ഒരു പരിധി വരെ മാറിക്കിട്ടും. അതുപോലെ പല കാര്യങ്ങളിലൊക്കെ പല ആഗ്രഹങ്ങളൊക്കെ വച്ചിരുന്നതൊക്കെ ഓരോന്നോരോന്നായി സഫലമാകുന്നതാണ്. സാമൂഹിക പ്രവർത്തകർക്കാണെങ്കിൽ നല്ല അനുകൂലമായ ഒരു സന്ദർഭം വന്നു ചെയ്ത് അവരുടെ കഴിവുകൾ തെളിയിക്കുവാനായി മനോബലം വർദ്ധിക്കും. പുതിയ തീരുമാനങ്ങളൊക്കെ ഗുണപ്രദമായി തീരും. അപ്രതീക്ഷിത ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. വീട് പണിയൊക്കെ മുടങ്ങിക്കിടന്നിരുന്നതൊക്കെ തുടങ്ങുവാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരും. സാമ്പത്തിക തടസ്സങ്ങൾ മാറും. സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. ജോലി സ്ഥലത്തേക്ക്, അതായത് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും, അത് ചിലപ്പോൾ സ്ഥാനമാറ്റത്തോടു കൂടിയുള്ള സ്ഥലം മാറ്റം ചിലപ്പോൾ പ്രതീക്ഷിച്ചേക്കാം. അതിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂല സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയൊക്കെ ലഭിക്കും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവരുടെ കർമ്മരംഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാനുള്ള ഒരു ആർജവം ഉണ്ടാകും. രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം, ശനിയാഴ്ച ആയതുകൊണ്ട് ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമായതെല്ലാം സാധ്യമായി തീരുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള തീരുമാനമൊന്ന് നടപ്പിലാകും. അതുപോലെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവ് ലഭിക്കും. സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്ക് അടുത്ത് തന്നെ അനുയോജ്യമായ താമസ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കും. കലാകാരന്മാർക്കാണെങ്കിൽ കൂടുതൽ അവസരങ്ങളൊക്കെ വന്നു ചേരും. ജോലി മാറ്റത്തിനുള്ള അപേക്ഷയൊക്കെ സമർപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് അവരാഗ്രഹിക്കുന്ന തലത്തിലുള്ള ജോലിക്ക് അപേക്ഷിക്കുവാനുള്ള അവസരം വന്നു ചേരും. കലാരംഗത്തും കായിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് കഴിവ് തെളിയിക്കാൻ കിട്ടുന്ന അവസരം ഒട്ടും പാഴാക്കാതെ
പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തുവാൻ പരിശ്രമം ചെയ്യുക. പദ്ധതികളിൽ ബിസിനസ് വലിയ വലിയ വൻകിട പദ്ധതികളിൽ, അതായത് ബിസിനസ്സിലാണെങ്കിലും അതുപോലെ തന്നെ പ്രോജക്റ്റുകളൊക്കെ സമർപ്പിക്കേണ്ട സമയമാണ്. അതിനൊക്കെ ചിലപ്പോൾ അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആത്മവിശ്വാസം കൂടുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ ദേവതകളെയും അവനവൻ്റെ ഉപാസനാമൂർത്തിക്ക് വേണ്ട നിവേദ്യമൊക്കെ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഫലം തീർച്ചയായും അനുഭവത്തിൽ വന്നു ചേരും. രാശിനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ, ശ്രീരാമസ്വാമിയെ, ആഞ്ജനേയ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങളെല്ലാം സാധ്യമായി തീരുന്നതോടൊപ്പം താൻ കഴിവുള്ളവനാണ്, തനിക്കും പലതും സാധിക്കും എന്നുള്ള ഒരു ഉറച്ച ബോധം വരുന്നതിനുള്ള ഒരു ദിവസമാണ്. തീർച്ചയായും ബുധൻ്റെ രാശിമാറ്റവും അതുപോലെ തന്നെ ചൊവ്വയുടെ രാശിമാറ്റമൊക്കെ അനുകൂല ഫലങ്ങൾ നൽകട്ടെ. ഇത്രമാത്രം പരിശ്രമം കൊണ്ടെല്ലാം വശത്താക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ മിഥുനൻ രാശിക്കാർ കർമ്മ പദ്ധതികൾ പ്ലാൻ ചെയ്യുക. തീർച്ചയായും ഫലം പ്രതീക്ഷിക്കാം. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ചുറ്റുപാടുകൾ വന്നു ചേരുമെങ്കിലും അല്പം ആലോചിച്ച് മാത്രം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. എല്ലാ കാര്യങ്ങളിലും വേണ്ടപ്പെട്ടവരുടെ സഹായം ലഭിക്കും എന്ന് കരുതിയിരിക്കരുത്. നല്ലവരെയും, അതായത് ശത്രുവിനെ തിരിച്ചറിയുവാനുള്ള ആ കഴിവ് ഉപയോഗിക്കുക. തീർച്ചയായും സഹായ സഹകരണങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ഒരു വട്ടം കൂടി ചിന്തിക്കുക. ഇഷ്ടകാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ സാധിക്കും. കടബാധ്യതകളൊക്കെ ഒരു പരിധി വരെ മാറിക്കിട്ടും. നിയമ തടസ്സങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ നികത്തിയെടുക്കുവാനുള്ള പല പദ്ധതികൾ ആസൂത്രണം ചെയ്യും. കുടുംബാന്തരീക്ഷം സന്തോഷകരമാകും. തൊഴിൽ രംഗത്ത് കൂടുതൽ ശോഭിക്കുവാനുള്ള അവസരം വന്നു ചേരും. അതുപോലെ തന്നെ കർമ്മരംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ശ്രമം വിജയിക്കും. സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന സമയമാണ്. വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചവർക്ക് അവരുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കിട്ടുന്ന സമയമാണ്. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ അല്പം കാലതാമസം നേരിട്ടേക്കാം. ജീവിതം അത്ര ലളിതമായി തീരുന്നതാണ്. യാത്രാമധ്യേ അപകട സാധ്യതകളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആഞ്ജനേയ സ്വാമി, അതുപോലെ തന്നെ ധർമ്മശാസ്താവ് വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്നതും ജപമൊക്കെ തുടരുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുഭയമൊക്കെ വരാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ്. അതുകൊണ്ട് ഒന്ന് കരുതി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും. സർക്കാർ കാര്യങ്ങളിലൊക്കെ വിജയ സാധ്യതയുണ്ട്. മുൻകോപം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക നഷ്ടം വരാതിരിക്കുവാനായി കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുക. ബന്ധുക്കളുമായി കലഹത്തിനുള്ള സാധ്യതയുണ്ട്. സംസാരം വളരെ നിയന്ത്രിക്കുക. യാത്രകളിൽ അതുപോലെ തന്നെ താല്പര്യം വർദ്ധിക്കുമെങ്കിലും യാത്രാമധ്യേ കഷ്ടതകൾ വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ചെയ്യുക. ജ്വരസംബന്ധമായ അസുഖങ്ങളും നിർദോഷമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. സുഖവും സ്വസ്ഥതയൊക്കെ ലഭിക്കുവാനായി പ്രാർത്ഥനകൾ വളരെയധികം സഹായം ചെയ്യും. നമഃശിവായ ജപിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ, ആദിത്യ ഹൃദയ മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ബുദ്ധിമുട്ടുകളൊക്കെ അല്പമായി മാറിക്കിട്ടും. കർമ്മരംഗത്തെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് ഗണപതിക്കൊരു നാളികേരം ഉടയ്ക്കുന്നതൊക്കെ നന്നായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എല്ലാം മാറുവാൻ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കൂ. എല്ലാം ശുഭമായി തീരും. സന്താന യോഗത്തിനുള്ള യോഗം കൂടി കാണുന്നു. മാതൃ സഹോദരന്മാരുമായി അഭിപ്രായ വ്യത്യാസമൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ കൂട്ടുകച്ചവടത്തിലെയും ആ ശുഭാശുഭങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. വരാനിരിക്കുന്ന ആപത്തുകളെ തിരിച്ചറിഞ്ഞ് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ ദോഷങ്ങളും അബദ്ധങ്ങളും ഒക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ശനീശൻ ധർമ്മശാസ്താവിന് നീരാഞ്ജനമൊക്കെ തെളിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം
ചെറുകിട വ്യാപാരം ചെയ്യുന്നവർക്കായാലും വൻകിട വ്യാപാരം ചെയ്യുന്നവർക്കായാലും അവരുടെ ബിസിനസ്സിൽ അവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കൃഷിയിൽ നിന്നും അല്പം ആദായമൊക്കെ ലഭിക്കും. ഏലമൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് കുറച്ച് അവരുടെ കൃഷിയിൽ നിന്നൊക്കെ ആദായം നല്ലതുപോലെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ശത്രുക്കളെയൊക്കെ മിത്രങ്ങളാക്കാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും. സാമ്പത്തിക ഉന്നതി പ്രതീക്ഷിക്കാം. സന്താനങ്ങളാൽ സന്തോഷം അനുഭവിക്കാനുള്ള അവസരങ്ങൾ അവർ തന്നെ സൃഷ്ടിക്കും. വിവാഹയോഗം, കുട്ടികളുടെ വിവാഹയോഗമൊക്കെ നോക്കി അവർക്ക് വേണ്ട രീതിയിൽ വിവാഹ കാര്യങ്ങൾക്കൊക്കെ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നന്നായിരിക്കും. രോഗികൾക്ക് രോഗശാന്തിയൊക്കെ വരുന്ന ദിവസമാണ്. പിതാവിന് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിൻ്റെ കാര്യത്തിൽ അല്പശ്രദ്ധ ആവശ്യമാണ്. ശിവഭഗവാന് ജലധാരയൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നത്, യോഗ ചെയ്യുന്നതൊക്കെ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്നതിനും പെട്ടെന്ന് വരുന്ന അപ്രതീക്ഷിത ആപത്തുകളൊക്കെ ഒഴിവാക്കാനും സർവ്വവിഘ്നഹരനായ ഗണപതി ഭഗവാനെ നാളികേരമുടച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധർമ്മശാസ്താവിന് നീരാഞ്ജനം കൂടി തെളിക്കുമ്പോൾ കണ്ടകശനിയുടെ കഷ്ടങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. പൊതുവെ ഒരു ശുഭദിനം ആയിത്തീരുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സജ്ജന വിരഹത്താൽ അല്പം ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടതായി വരും. വേർപാടുകൾ എപ്പോഴും വേദനാജനകമാണ്. അതിനുള്ളൊരു സാഹചര്യം വരാനുള്ള സാധ്യതയുണ്ട്. ശിവഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. വിരഹം വരാതിരിക്കുവാൻ പ്രാർത്ഥനകൾ ഒരു പരിധിവരെ സഹായിക്കും. രോഗമുക്തി വന്നു ചേരും. ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും. അതുപോലെ തന്നെ സന്താനമില്ലാത്ത ദമ്പതികൾക്ക് സന്താന യോഗത്തിനുള്ള യോഗം കാണുന്നു. ശത്രുഭയമൊക്കെ മാറിക്കിട്ടും. ആരോഗ്യക്കുറവ് പരിഹരിക്കുന്നതിനായി മരുന്നുകൾ യഥാസമയം ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. നാൽക്കാലികളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. മനസ്സറിഞ്ഞ് പ്രാർത്ഥനകൾ ചെയ്യുകയും മരുന്ന് കൃത്യമായി കഴിക്കുകയൊക്കെ ചെയ്യുക. സാമ്പത്തിക നേട്ടം കുറേശ്ശെ വന്നു ചേരുന്നതാണ്. കുടുംബ സ്വത്ത് ലഭിക്കും. സമ്പത്ത് വർദ്ധിക്കും. സന്താനങ്ങൾ മൂലം വന്നു ചേരാവുന്ന മനക്ലേശം ഒഴിവാക്കുന്നതിനായി പൂർണ്ണത്രയീശനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. പിതൃബന്ധുക്കളുമായി തർക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ധനനഷ്ടവും അവഹേളനവും ഒക്കെ വരുമ്പോൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് വളരെ കൃത്യമായ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി ഒന്നുകൂടി ഒരു വട്ടമല്ല പലവട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം കർമ്മരംഗത്തേക്ക് ഇറങ്ങുക. വിജയസാധ്യത ഉറപ്പാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധർമ്മശാസ്താവിനെയും ആഞ്ജനേയ സ്വാമിയെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ചെറിയ രീതിയിലുള്ള നിവേദ്യമൊക്കെ വെച്ച് പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായി ശ്രമിക്കുക. പ്രവൃത്തികളിലൊക്കെ ആദ്യം തടസ്സം വന്നതിന് ശേഷം മാത്രമാണ് പ്രവൃത്തിയിലെ ആ കർമ്മരംഗത്തൊരു വിജയം പ്രതീക്ഷിക്കാവുന്നത്. ആദ്യത്തെ തടസ്സം മാറുന്നതിന് ഗണപതി ഭഗവാന് നാളികേരം മുടയ്ക്കുന്നത് നന്നായിരിക്കും. സഹോദരങ്ങളെ കൊണ്ട് ഗുണങ്ങൾ പ്രതീക്ഷിക്കുക. ഭൂമി സ്വന്തമാക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നു. ശത്രുക്കൾ വർദ്ധിക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക. ആരോഗ്യം അല്പം തൃപ്തികരമാവുന്ന അവസ്ഥയാണ്. വീഴ്ചയിൽ പരിക്ക് പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനനഷ്ടം ശത്രുഭയമൊക്കെ ഒഴിവാക്കുന്നതിനായി പ്രാർത്ഥിക്കുക. അപ്രതീക്ഷിതമായ സഹായം ലഭിക്കും. കളത്രവുമായി കലഹം വരാതിരിക്കാൻ കഴിയുന്നതും സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. വാക്കുകളിൽ മിതത്വവും പാലിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വ്യവഹാരങ്ങളിൽ ജയം പ്രതീക്ഷിക്കാം. ശാരീരിക പീഡ അല്പം ഉണ്ടാകുമെങ്കിലും അതിനെ നിയന്ത്രിക്കാവുന്നതാണ്. പല ചിന്തകളാൽ മനസ്സ് കലുഷിതമാകുമ്പോഴൊക്കെ ഭദ്രകാളി അമ്മേ, കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, അമ്മേ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുമ്പോൾ അമ്മ ഓടി വന്ന് കാര്യങ്ങളെല്ലാം ശുഭമാക്കി തരും. ഇതൊരു വിശ്വാസത്തോടുകൂടി ചെയ്യുമ്പോൾ കുടുംബപരതയുടെ അനുഗ്രഹത്താൽ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള ഒരു ആർജവം വന്നു ചേരും. ശുഭഫലങ്ങൾ ഉണ്ടാകുവാനായി കാത്തിരിക്കുക. നന്മയും തിന്മയും നിറഞ്ഞ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ
വൃശ്ചിക രാശിക്കാർക്ക് അവരുടെ രാശിനാഥിയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതിക്ക് ഒരു നാളികേരമൊക്കെ ഉടച്ച് കഷ്ടതകളെല്ലാം മാറ്റുക. അതുപോലെ തന്നെ ധർമ്മശാസ്താവിനൊരു നീരാഞ്ജനമൊക്കെ തെളിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിലെ വിജയസാധ്യത കാണുന്നുണ്ട്. ചെറുകിട കച്ചവടം ചെയ്യുന്നവർക്കാണെങ്കിലും വൻകിട കച്ചവടക്കാർക്കാണെങ്കിലും അതുപോലെ തന്നെ കാറ്ററിംഗ് യൂണിറ്റുകാർക്കൊക്കെ അല്പം അനുകൂലമായ സമയമാണ്. ആ അനുകൂല സമയം മുതലെടുത്തുകൊണ്ട് പദ്ധതികളിൽ അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കച്ചവടം വിപുലപ്പെടുത്തുവാനായി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ വാഗ്ദോഷം വരാതിരിക്കുവാനായി മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക നഷ്ടം വരാതിരിക്കുവാനായി കരുതലെടുക്കുക. ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടത്തിനായി അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങളൊന്ന് ചിട്ടപ്പെടുത്തി ചെയ്യുമ്പോൾ സാമ്പത്തിക നേട്ടം വന്നു ചേരും. മഹാലക്ഷ്മിക്ക് നെയ്ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യം തനിയെ വന്നു ചേരും. മുൻകോപമൊക്കെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതിന് കലാകായിക രംഗത്ത് പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും. ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ കഴിയും. ശുഭചിന്തകൾ വർദ്ധിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. ബിസിനസ് സംരംഭങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും. വീടുപണി പൂർത്തിയാക്കും. സർക്കാർ സഹായം ലഭിക്കും. എതിർപ്പുകളെയും അതിജീവിക്കുകയും അതുവഴി ഏത് സംരംഭത്തിൽ ഇറങ്ങിയാലും വന്നു ചേരാവുന്ന കഷ്ടതകൾ മാറ്റുന്നതിന് ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വസ്തുക്കച്ചവടങ്ങളൊക്കെ സാധ്യമാകുന്ന സമയമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങളൊക്കെ എടുക്കുവാനും അതിനനുസരിച്ചിട്ട് കർമ്മപദ്ധതി തയ്യാറാക്കുവാനും സാധിക്കും. തൊഴിൽപരമായ പ്രതീക്ഷകളൊക്കെ ഫലിക്കുന്ന ദിവസമാണ്. എളുപ്പം കാര്യസാധ്യമുണ്ടാകാനുള്ള യോഗങ്ങൾ കാണുന്നു. വ്യാകുലതകളെല്ലാം മാറും. ആരോഗ്യപരമായ ആശങ്കകളൊക്കെ മാറുന്ന ദിവസമാണ്. പതിവിലധികം യാത്രകൾ ആവശ്യമായി വന്നേക്കാം. അതുപോലെ തന്നെ പുതിയ കോഴ്സിന് ചേരുവാനുള്ള യോഗം കാണുന്നു. കർമ്മരംഗത്ത് അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. വിദേശ കാര്യങ്ങളിൽ അനുകൂല നടപടിയൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വരികയും അവിടെ നല്ല സ്ഥാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ഇഷ്ടകാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തും. ദൈവപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക. ആഞ്ജനേയ സ്വാമിയെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്, ഹനുമാൻ ചാലിസ ചൊല്ലുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കേണ്ടതായി വരും. ദീർഘനാളായുള്ള ആഗ്രഹങ്ങൾ നിറവേറും. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സന്തോഷവും സമാധാനവും അനുഭവത്തിൽ വന്നു ചേരും. പഠന പുരോഗതി ഉണ്ടാകും. വിദേശ കാര്യങ്ങളിൽ അനുകൂല നടപടികൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വസ്തുക്കച്ചവടങ്ങളൊക്കെ സാധ്യമാവും. മക്കളുടെ കാര്യത്തിൽ കൂടുതൽ അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കും. അകന്നു നിന്നവരൊക്കെ അടുപ്പം കാണിക്കും. അതുപോലെ തന്നെ പ്രിയജനങ്ങളുമായി ദൂരയാത്ര ചെയ്യുന്നതിനുള്ള അവസരം വന്നു ചേരും. ചർച്ചകളൊക്കെ വിജയപ്രദമാകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. എല്ലാ കാര്യങ്ങളിലെയും തടസ്സങ്ങൾ മാറി നിർഭയത്തോടുകൂടി നേരും നെറിയുമായി നല്ല വിധത്തിൽ എല്ലാം ഐശ്വര്യപൂർണമായി ചെയ്തു തീർക്കാൻ സാധിക്കും. ആ ആർജവം, എന്തിനേയും നേരിടാനുള്ള ആ ഒരു കഴിവ് നിലനിർത്തിക്കൊണ്ട് പോവുക. എല്ലാം ശുഭമായി തീരട്ടെ. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ചത്തൻ സ്വാമിമാരെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയേ ഉള്ളൂ. എല്ലാം ശുഭമായി തീരട്ടെ.
മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാനുള്ള യോഗം വന്നു ചേരുന്നു. ധൈര്യവും സാമർഥ്യവും ഒക്കെ ഗുണം ചെയ്യുന്നതാണ്. പ്രധാന കാര്യങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. പണയ വസ്തുക്കളൊക്കെ തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരും. ആഗ്രഹിച്ച സ്ഥലം മാറ്റമുണ്ടാകും. സമാധാനം വീണ്ടെടുക്കും. പുതിയ വഴിത്തിരിവുകൾ വന്നു ചേരുന്ന സമയമാണ്. കർമ്മരംഗത്ത് കൂടുതൽ ജോലിയിൽ പ്രത്യേക രീതിയിലുള്ള കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിജയിപ്പിക്കുവാൻ സാധിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ കുറച്ചുകൂടി ലഘൂകരിച്ച് പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വിജയസാധ്യത ഉറപ്പായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി മാറുന്നതാണ്. വീട്ടുകാര്യങ്ങളിലുള്ള വെല്ലുവിളികളെല്ലാം മാറിക്കിട്ടും. കുടുംബ അന്തരീക്ഷം പൊതുവെ ശോഭനമായി തീരുന്നതാണ്. വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെല്ലാം മാറും. എഴുത്തുകാർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന ദിവസമാണ്. എല്ലാം ശുഭമായി തീരുന്നതിന് രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടൊപ്പം നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതും സ്വാമിമാരെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താലും വിഷ്ണുമായ സ്വാമി, അതുപോലെ തന്നെ മറ്റ് ചോത്തൻ സ്വാമിമാർ, ധർമ്മശാസ്താവ്, ആഞ്ജനേയ സ്വാമി ഇവരുടെയൊക്കെ അനുഗ്രഹത്താൽ ഈ ശനിയാഴ്ച ഐശ്വര്യപൂർണമായ ഒരു ദിനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.